മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തൽ. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും സിഎജിയുടെ വിമർശനം. നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സിഎജി റിപ്പോർട്ടിലാണ് വനം വകുപ്പിനെതിരെ വിമർശനമുള്ളത്. തുടർച്ചയായുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പേരിൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് സിഎജി റിപ്പോർട്ടിലും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നത്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിലും ആനത്താരകൾ സംരക്ഷിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടെന്ന് സിഎജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരവും ഉൾക്കാട്ടിൽ ഉറപ്പുവരുത്തുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടതിലൂടെ വന്യജീവികൾ നാട്ടിലിറങ്ങി. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കാൻ പോലും ആയില്ല. KSCB പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വനഭൂമി കൊടുത്തു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടതിലൂടെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ പോലും ഇല്ലാതായി. ഇതുമൂലം മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലെ സംഘർഷം ഉടലെടുത്തു. വയനാട്ടിലെ വനവിസ്തൃതി 947 സ്ക്വയർ കിലോമീറ്ററോളം കുറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ കടന്നുകയറ്റവും വനത്തിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചതായും സിഎജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 29,798 വന്യജീവി ആക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 445 പേരുടെ ജീവൻ നഷ്ടമായി. വയനാട്ടിൽ മാത്രം 6,161 കേസുകളും റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 63 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്നും സിഎജി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം 55 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം നേടിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.